ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാനുവതി അമ്മ പറയാണ്, ഗിരി നീ ഈ പോകുന്ന പോക്ക് തീരെ ശരിയല്ല. അവളുടെ അച്ഛൻ അവളെ വഴക്ക് പറഞ്ഞെങ്കിൽ തീർച്ചയായും നീ ഇനി അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ എന്താ ഈ പറയുന്നത്? അവളുടെ അച്ഛൻ ഇപ്പൊ താൽക്കാലികത്തിനാണ് പോകുന്നത്. അത് കേട്ട ഉടനെ എന്ത് തന്നെ ആയാലും ശരി അവളെ നീ കൊണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിൽ കൊണ്ടാക്കണം. ഈ തള്ളയെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടമായല്ലോ. ഈ തള്ള എന്താ ഇനി കാണിക്കുന്നത് എന്നിങ്ങനെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ പ്രീതി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് പ്രീതി കടന്നു വരികയാണ്. എന്നെ കുറിച്ചാണ് ഇവിടുത്തെ സംസാരം എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ അച്ഛൻ ഇവിടെ നിന്ന് പോയി മംഗലാപുരത്തേക്ക്. ഇനി എൻ്റെ അച്ഛന് യാതൊരുവിധ ശല്യത്തിനും വരില്ല. അത് കേൾക്കുന്ന ഭാനുവതി അമ്മ പറയണേ, നിന്റെ അച്ഛനല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ ശല്യം, നീയല്ലേ ശല്യം. അതുകൊണ്ട് അധികം നീ ഇവിടെ നിൽക്കണ്ട, നിന്നെ ഹോസ്റ്റലിൽ ഗിരിയാക്കും. അതങ്ങ് പറഞ്ഞത് കേട്ടാൽ മതി. അമ്മ എന്താ ഈ പറയുന്നത് എന്ന് ഗിരി പറയുമ്പോൾ, നീ ഒന്നും മിണ്ടരുത്, നിന്റെ ജീവിതം തകരുള്ളൂ ഇവള് കാരണം. അതുകൊണ്ട് തന്നെ നീ അധികം സംസാരിക്കാൻ നിൽക്കരുത് എന്ന് പറയും കേട്ടോ. എന്നിട്ട് ഭാനുവതി അമ്മ അവിടെ നിന്ന് പോയിടുന്ന ഗിരിയോട്, ഗിരിയേട്ട ഭാനുവതിയമ്മ പറഞ്ഞാൽ അമ്മ വാശിയിലാണ്, എന്തായാലും ഹോസ്റ്റലിൽ തിരിയുന്നു എന്നുള്ള ആ സത്യം മാത്രമേ നീ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് പ്രീതിയോട് പറഞ്ഞ് ഗിരി പോകുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഗോപാലിനെയാണ്. ഗോപാലൻ ഇങ്ങനെ അനിതയുടെ കയ്യിൽ പണം കൊടുക്കുകയാണ്. ഞാനിതാ പറഞ്ഞ പണം തന്നിരിക്കുന്നു. എന്നാലും നിന്നോടൊരു കാര്യം പറയട്ടെ, അവനെയൊക്കെ എത്രയോ ബെറ്റർ ആണ് നീ. എന്തായാലും അവന് പൈസ കൊടുക്കുന്നതൊക്കെ വെറുതെ ആയിരുന്നു, ആ ഫ്രാൻസിസിന് എന്നൊക്കെ പറയട്ടെ. അപ്പൊ സഞ്ജയും പറയാനും ശരിയാണ്, ഫ്രാൻസിസിന് പൈസ കൊടുക്കുന്നത് വെറുതെ ആയിരുന്നു എന്ന് പറയട്ടെ. എന്തായാലും നിങ്ങളുടെ പേടി പോയില്ലേ, ഇനിയിപ്പോ പീതാംബരം ഈ നാട്ടിലില്ലല്ലോ. പീതാംബരം മംഗലാപുരത്ത് പോയി എന്ന് പറയട്ടോ. ഇതേ സമയം ശരിക്കും പറയാ ചായകളെ കൊല്ലുകയാണ് വേണ്ടത് എന്ന് സഞ്ജയ് പറയട്ടോ. അത് കേട്ട ഉടനെ എടാ നിന്റെ വിളച്ചിൽ വേണ്ട, ഞാനൊരു പോലീസുകാരിയാണ്, ഒരു പോലീസുകാരുടെ മുന്നിൽ വെച്ച് കൊല്ലുന്ന കാര്യത്തെ കുറിച്ചൊന്ന് സഞ്ജയ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്റെ സ്വഭാവം നീ അറിയാന്ന് പറയട്ടോ. ഇതേ സമയം ഗോപാലൻ, അനിത ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ ഈ പീതാംബരം മരണപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ആർക്കാണ് ഉപകാരം? ആർക്കാണ്? ഗിരി എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് പീതാംബരൻ പോലീസ് സ്റ്റേഷനിൽ കേസ് വന്ന് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ പറയുന്ന പീതാംബരം മരിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും അതിൽ പ്രതി? പീതാംബരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭരണഭീഷണിയുണ്ട്, അതിൽ ഗിരിയാണ് എന്നുള്ള സത്യം. അത് സത്യല്ലേ? സത്യം തന്നെയാണെന്ന് പറയാൻ കേട്ടോ. എങ്കിൽ അത് മതി എന്ന് പറയട്ടെ. ഇവർ ചിരിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലോ മഹിമയാണ് കാണിക്കുന്നത്. മഹിമ പറയണേ, എനിക്ക് ടൗണിലോട്ടൊന്ന് പോകണം. താൻ എന്താണ് ഇത്ര വല്ലാതെ ടെൻഷനിൽ ഇക്കാര്യം പറയുന്നത്? എനിക്ക് ടൗണിലോട്ടൊന്ന് പോകണം. എന്തിന്? എന്റെ സർജിക്കൽ കത്തി കാണാനില്ല എന്ന് പറയട്ടോ. അത് കേട്ട ഉടനെ സർജിക്കൽ കത്തി കാണാനില്ലെന്നോ? അതിനിപ്പോ എന്താ, ഒരെണ്ണം മേടിച്ച ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ഒരെണ്ണം മേടിക്കണം. എന്തായാലും നീ ആ സർജിക്കൽ കത്തി വെച്ച് നീ പലവരെയും പേടിപ്പെടുത്തിയിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആ കത്തി വെച്ച് നീ എന്തെല്ലാം ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. അപ്പൊ മഹിമയുടെ മുഖമൊക്കെ ഇങ്ങനെ മാറുകയാണ് കേട്ടോ. വീണ്ടും അത് മുകുന്ദൻ ആവർത്തിക്കുകയാണ്. ഈ സമയം പഠിക്കുന്ന സാധനം, അവനവൻ ജോലി ചെയ്യുന്ന സാധനം കൊണ്ട് കത്തിയും ഇതുപോലെയുള്ള വൃത്തികെട്ട പ്രവൃത്തികളൊക്കെ ചെയ്ത് തെറ്റായിരുന്നു എന്നൊരു തോന്നൽ. ഇപ്പൊ ആ കത്തി എന്നിൽ നിന്ന് പോയപ്പോ എനിക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ എന്ന് പറയുമ്പോൾ മുകുന്ദന് പേടിയാവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ മഞ്ജുവിനെയാണ്. മഞ്ജു ടാബ്ലൊക്കെ ഇങ്ങനെ തുടക്കുമ്പോൾ പ്രീതി വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ, എന്താ പ്രീതി, എന്റെ അച്ഛൻ മംഗലാപുരത്തോട്ട് പോയി എന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെ അച്ഛൻ ഫോൺ എടുക്കുന്നില്ല, എത്ര അടിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അതൊരു പക്ഷെ നിന്റെ അച്ഛൻ ട്രെയിനിലോ യാത്രയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഒരു പക്ഷെ അവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് കരുതിയിട്ടൊക്കെ ആയിരിക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ഈ സമയം പ്രീതി ചോദിക്കുന്നുണ്ട്, ഗിരിയേട്ടൻ ഇന്ന് ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല, ഗിരിയേട്ടൻ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിരുന്നു, ഇന്ന് എന്താണ് ആ ഫോൺ അടിച്ചെടുക്കുന്നില്ല? എന്തായാലും എന്റെ അച്ഛന് കിട്ടി. അച്ഛൻ അടുത്തുള്ളപ്പോൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചെങ്കിലും കൂടി അച്ഛനില്ലാത്ത ആ വേദന എനിക്ക് നന്നായി അറിയുന്നു. അത് കേട്ട ഉടനെ തന്നെ ഇങ്ങനെ മഞ്ജു പറയണേ, എല്ലാ മക്കളോടും അച്ഛന് സ്നേഹമുണ്ടാവും, അതുപോലെ തിരിച്ച് അങ്ങോട്ടും കൊടുക്കണം. എന്തായാലും നിന്റെ അച്ഛൻ നിന്റെ തെറ്റുകൾ മനസ്സിലാക്കി വരും, അച്ഛന്റെ തെറ്റുകൾ മനസ്സിലാക്കി നിന്നിലോട്ട് വരും എന്നിങ്ങനെ മഞ്ജു പറയാൻ കേട്ടോ. പിന്നീട് സഞ്ജയാണ് കാണിക്കുന്നത്. സഞ്ജയ് സ്വപ്നം ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ പാത്തും പതുങ്ങി ഇങ്ങനെ റൂമിലോട്ട് പതുക്കെ കയറുന്ന സമയത്ത് ഉടൻ തന്നെ സ്വപ്ന ലൈറ്റ് ഇടാണ്. എന്താ പാത്തും പതുങ്ങി? അപ്പൊ ഒരു കൈ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഇതെന്താ ഒരു കൈ പിറകെ? ഒന്നുമില്ല. എന്താ കൈ പിറകെ എന്ന് ചോദിച്ച അതിനുത്തരം പറ. ഒന്നുമില്ലടോ, തന്നോട് ഇപ്പൊ എന്താ പറയേണ്ടത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറയാനാ പറഞ്ഞത്, നിന്റെ കൈ ഇങ്ങ് കാണിച്ചെന്ന് പറഞ്ഞിട്ട് ആ കൈ കാണിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഒന്നുമില്ലടോ ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു കയ്യിൽ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇതെങ്ങനെ മുറിഞ്ഞിരിക്കുന്നു? അത് പിന്നെ എന്റെ കൂട്ടുകാരുമായി ഞാൻ പങ്കിട്ടപ്പോൾ അങ്ങനെയുണ്ട്. കൂട്ടുകാർ പങ്കിടുമ്പോൾ എങ്ങനെ കൈ മുറിയുന്ന? അത് പണ്ടത്തെ കളിയില്ലേ, കൈന്റെ വിരൽ വെച്ചിട്ട് കത്തി കൊണ്ട് കളിക്കുന്ന ആ കളി, അതിൽ കളിച്ചപ്പോ എന്റെ കയ്യിലേതായി. ഈ നോണ ഞാൻ വിശ്വസിച്ചൊന്നും നിങ്ങൾ കരുതണ്ട. എങ്കിൽ നാളെ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണം. ഹോസ്പിറ്റലോ? എന്താ ഈ പറയുന്നത്? അതെ, ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയി വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറയട്ടോ. ഇതേസമയം സ്വപ്ന പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ഇരിക്കും, ഞാൻ എന്തായാലും ഒന്ന് കെട്ടിത്തരാം എന്നൊക്കെ പറയുന്നു കേട്ടോ. പിന്നീട് ഇങ്ങനെ ഭാനുമ്മയാണ് കാണിക്കുന്നത്. ഭാനുമ്മ പറയാണ്, മോളെ മഞ്ജു, നിനക്കൊക്കെ ഗിരി വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചില്ല. ഞാനും ഒത്തിരി തവണയായി വിളിക്കുന്ന, അവന് ഫോൺ എടുക്കുന്നില്ല. അത് കേട്ടോടെ തന്നെ എന്തായിരിക്കും അവൻ ഫോൺ എടുക്കാത്തത്? അത് തിരക്ക് പിടിച്ച പണി
പണിയിലായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം എന്നാൽ അവന് ഫോൺ എടുത്തിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നിങ്ങനെ ഭാനുവതിയമ്മ പറയുമ്പോൾ ഉടൻ തന്നെ ഗിരി എത്തിയിരിക്കുന്നു കേട്ടോ. ഗിരിയുടെ മുഖമൊക്കെ വല്ലാതെ ആയിരിക്കുന്നു. അങ്ങനെ ഗിരി കണ്ട ഉടൻ തന്നെ ഭാനുവതിയമ്മ ചോദിക്കുന്നത് എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല എന്ന് പറയണം. പിന്നെ നിന്റെ മുഖമൊക്കെ എന്താ ഇങ്ങനെ? ഒന്നുമില്ല. എന്നാൽ ശരി എന്ന് പറയാൻ അകത്തോട്ട് കയറി പോവാണ്. ഇതേ സമയം മഞ്ജു ചോദിക്കുന്നുണ്ട്, ഗിരിയേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ മുഖമൊക്കെ എന്താ ഇങ്ങനെ? ഒന്നുമില്ല എന്ന് പറയുന്നു കേട്ടോ. ആ സമയം എന്നാ ഞാൻ ജോലിക്ക് പോട്ടെ. അപ്പോഴേക്കും പ്രീതി എത്തിയിട്ടോ. അങ്ങനെ പ്രീതിയെ കണ്ടപാടെ ഇങ്ങനെ ഗിരി പറയുന്നുണ്ട്, നിനക്ക് പ്രീതി ഇങ്ങനെ ചോദിക്കുക ഗിരിയോട്, ഗിരിയേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒരൊറ്റ പോക്ക് ഗിരി പോകുന്നു കേട്ടോ. ഇതേ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ പ്രീതി തന്റെ അച്ഛനെ ഒരുപാട് വിളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഗോപാലൻ സഞ്ജയോട് പറയുന്ന തെളിവുകളൊന്നും ഇല്ലല്ലോ, കാര്യങ്ങളൊക്കെ നീ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ, തീർച്ചയായും ചെയ്തിട്ടുണ്ട് അച്ഛാ, ഇനി പേടിക്കാനൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ശാലി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. എന്ത് പേടിക്കാനില്ല എന്നാ നിങ്ങൾ പറയുന്നത്? ഇത് ഞങ്ങൾക്കിടയിലുള്ള സംസാരമാണ്, അതുകൊണ്ട് നീ ഇതിൽ ഇടപെടണ്ട എന്ന് ഗോപാലൻ പറയുമ്പോ, അല്ല ആ പ്രീതി ഒത്തിരി തവണയായി വിളിക്കുന്നത്, അവൾക്ക് അച്ഛനെ കിട്ടണം, അവളുടെ അച്ഛൻ മംഗലാപുരത്ത് എത്തിയിട്ടില്ല എന്നൊക്കെ പറയാം. അതിലെന്തിനാ നമ്മളെ വിളിക്കുന്നതല്ലോ, പോലീസുകാരുമായി വല്ല പരിചയം ഉണ്ടെങ്കിൽ അവരുമായി സംസാരിക്കാൻ പറഞ്ഞിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അവളുടെ അച്ഛനെ ഇനി നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് അവളുടെ അച്ഛനെ അവള് തിരയട്ടെ, നമുക്കിത് തിരയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാം കേട്ടോ. പിന്നീടാണെങ്കിൽ ഹരീഷിനെയാണ് കാണിക്കുന്നത്. ഹരീഷ് ഗിരിയുടെ വീട്ടിലോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഗിരി പറയണേ, നീ വീണ്ടും വന്നോടാ വഴക്കുണ്ടാക്കാൻ, ഞാൻ ആരോടും വഴക്ക് കൂടാനോ തല്ലുണ്ടാക്കാനോ ഒന്നും വന്നതല്ല, ഞാൻ ഇവൾക്ക് ഡിവോഴ്സ് നൽകാൻ വേണ്ടി വന്നതാണ് എന്ന് പറയട്ടോ. ഇത് കേൾക്കുമ്പോൾ പ്രീതിയും ഭാനുവതിയും അങ്ങോട്ട് പുറത്തോട്ട് വരികയാണ്. എന്നിട്ട് ഗിരിയോട് ഹരീഷ് പറയണേ, നിങ്ങളെ കുറിച്ച് ഞാൻ നല്ലൊരു ബഹുമാനമൊക്കെയാണ് നിങ്ങളോട് എനിക്ക് തോന്നിയിരുന്നത്, പക്ഷേ നിങ്ങൾ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നാട്ടുകാരൊക്കെ പറയുന്നത് ഗിരി നല്ലൊരു മനുഷ്യനാണെന്നാണ്, പക്ഷേ ഒരുപക്ഷെ ഇവളുടെ ചതിയിൽ പെട്ടത് കൊണ്ടായിരിക്കും. അപ്പോൾ തന്നെ മതി നിന്റെ സംസാരം നിർത്തിയേക്കും. എന്തായാലും ഗിരിയേട്ടാ, ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാനുള്ള ആ മനസ്സൊന്ന് ഗിരിയേട്ടൻ ചെയ്യേണ്ടായിരുന്നു. അത് കേട്ട ഉടനെ തന്നെ ഗിരി പറയണേ, എടാ ആ കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണക്കാരൻ ആരാണ്? നീ തന്നെയല്ലേ? ഇവള് പറയുന്ന കള്ളങ്ങളെല്ലാം വിശ്വസിച്ച് ഗിരിയേട്ടൻ നീ തെറ്റ് ചെയ്തതിൽ കുറച്ച് കഴിഞ്ഞ് അതിന്റെ പാപം അനുഭവിക്കും എന്നൊക്കെ പറയുമ്പോ, എടാ നീ എന്താടാ ഈ പറയുന്നതെന്ന് പറഞ്ഞ് കഴുത്തിന് പിടിക്കുമ്പോഴേക്കും ഭാനുവതിയമ്മ മതി നിർത്തിയേക്ക്, ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട എന്ന് പറഞ്ഞ് ഹരീഷിനെ പറഞ്ഞേക്കുന്നു. എന്നിട്ട് ഭാനുവതിയമ്മ പറയണേ, എന്തായാലും നിന്റെ ഹോസ്റ്റലിന്റെ കാര്യം തിരക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ ഉടനെ തിരക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഞാൻ നിനക്ക് ഹോസ്റ്റലിൽ തിരഞ്ഞിട്ട് നിന്നെ ഞാൻ അവിടെ കൊണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഇവര് പറഞ്ഞിട്ട് അങ്ങ് പോവാനേട്ടാ. അപ്പൊ ഈ സമയം ഗിരിയേട്ട അമ്മ പറയുന്നത് കേട്ടില്ലേ എന്നിങ്ങനെ പ്രീതി ഗിരിയോട് പറയുമ്പോൾ ഉടനെ ഗിരി പറയാണ്, ആ അമ്മ ഇനി എടുത്ത തീരുമാനം കടുപ്പമാണ്, അതുകൊണ്ട് എനിക്ക് ഇടപെടാൻ പറ്റില്ല, നീ മാറിയേക്ക് എന്നും പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ് കാണിക്കുന്നത്. അങ്ങനെ മഞ്ജുവും അരവിന്ദാക്ഷനും തമ്മിൽ സംസാരിക്കുകയാണ്. പീതാംബരനെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞല്ലോ, പീതാംബരൻ പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എന്തായാലും അതും നന്നായി, പീതാംബരൻ പോയതൊരു കണക്കിന് നല്ലത് തന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയമാണ് അനിതയുടെ അടുത്തിരിക്കുന്ന ഫോൺ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പൊ അനിത, എന്ത് ഡെഡ് ബോഡിയോ? എവിടെയാണ് ഡെഡ് ബോഡി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ആകെ ഞെട്ടിപ്പോവാണ് അരവിന്ദാക്ഷനും ഈ പറയുന്ന മഞ്ജു കേട്ടോ. അങ്ങനെ എവിടെ, ഞങ്ങളിപ്പോ വരാം, 5 മിനിറ്റ് നിൽക്കൂ, ആ ഡെഡ് ബോഡിക്ക് അടുത്ത് ആരും തന്നെ വരാൻ പാടില്ല, ആരും അങ്ങോട്ടേക്ക് പോവാതെ സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇനി പോവാണ്, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ ഗിരി ഇതുവരെ പൊട്ടൻ അഭിനയിച്ചതുകൊണ്ട് ഇനി ഗിരിക്ക് നല്ല ശിക്ഷയാണ് കിട്ടുന്നത്. കൂടെ ഇതിൽ മഹിമയും കുടുങ്ങുന്നുണ്ട് കേട്ടോ.